എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെന്താമരയെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചെന്താമര കോടതിയിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ, എന്നെ ഇനി തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ 100 വർഷത്തേക്ക് ജയിലിൽ അടച്ചേക്കൂ, എനിക്കിനി പുറത്തേക്ക് ഇറങ്ങണ്ട, എനിക്ക് ആഗ്രഹമില്ല പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഞാൻ ഇനിയും 2 പേരെ കൂടി കൊല്ലണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എത്ര നിസ്സാരമായിട്ട് അയാൾ പറയുന്നത്. ഒരു കോഴിയെ കൊല്ലണം എന്നുള്ള ലാഘവത്തോടു കൂടിയാണ് പുള്ളിക്കാരൻ പറയുന്നത്. എനിക്ക് ഇനിയും 2 പേരെ കൂടി കൊല്ലണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്, പക്ഷെ സാധിച്ചില്ല. ഇനി എനിക്ക് പുറത്തേക്കൊന്നും പോകണ്ട, 100 വർഷത്തേക്ക് എന്നെ ജയിലിൽ തന്നെ ഇട്ടിരുന്നാൽ മതി, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. എൻ്റെ ചെന്താമരേ, 100 വർഷത്തേക്ക് ജയിലിലിടുമ്പോഴുണ്ടല്ലോ, തൻ്റെ മരണം വരെ തന്നെ ജയിലിലിട്ടേക്കാൻ പറയുന്നതല്ലേ അതിനേക്കാളും നല്ലത്. കാരണം തൂക്കിക്കൊല്ലാൻ വിധിക്കൂ എന്നെന്താണ് പറയാഞ്ഞത്? അങ്ങനെ പറയാൻ എന്താ, പേടിയാണോ? ജീവിക്കാനുള്ള കൊതി കൊണ്ടാണോ? തൂക്കിക്കൊല്ലാൻ വിധിക്കുമെന്ന് പറയുന്നതായിരുന്നല്ലോ നല്ലത്. എന്തായാലും പുറത്തേക്ക് എന്തായാലും ചെന്താമരയെ ഇറക്കില്ല എന്നുള്ള കാര്യം ചെന്താമരയ്ക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ചെന്താമര പോലീസിനെയൊക്കെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പോലീസുകാരുടെ അടുത്ത് പറഞ്ഞത്, ഞാനിത് മനഃപൂർവ്വം ചെയ്ത കൊലപാതകമല്ല, തർക്കത്തിനിടെയോ എന്തെന്നാണ് ആസൂത്രിതമായിട്ട് നടത്തിയതല്ല, അബദ്ധത്തിൽ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പോലീസുകാരല്ലേ ആള്. കുമ്മനം ഇടിയൊന്നും ഇവന് ഇതുവരെയും കിട്ടിയില്ലെന്ന് തോന്നുന്നു, ഇനി ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ എന്തായാലും പറഞ്ഞത്, എന്നെ ആരും സപ്പോർട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം ചെയ്തത് എന്നൊക്കെ നമ്മുടെ ചെന്താമര തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, 1 മാസം മുമ്പ് പുള്ളിക്കാരൻ ഈ കൊലക്കത്തിയൊക്കെ മേടിച്ച് വെച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു നല്ലൊരു അവസരത്തിനായിട്ട്, ഈ പാവത്തുങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട്. എന്താ അല്ലേ, ഈ ദുഷ്ടനെ എന്തിനാണ് അധികകാലം ഇങ്ങനെ ഇട്ട് തീറ്റിപ്പോറ്റുന്നത്? ഇവനെയൊക്കെ എത്രയും പെട്ടെന്ന് കൊന്ന് ഇവനെയൊക്കെ കൊന്ന് നമ്മുടെ ഭൂമിയുടെ തന്നെ ഭാരം ഒഴിച്ചു കൊടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇയാളെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? കണ്ടില്ലേ ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ സങ്കടങ്ങൾ. ആ കുഞ്ഞിന്, ആ 19 വയസ്സുള്ള മകൾക്ക്, അവൾക്കിനി ആരാ ഉള്ളത് അല്ലേ? അപ്പോൾ എന്തായാലും ചെന്താമരയെ എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം.